രോഗിയോട് നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത്? ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ പദ്ധതിയാണ് രോഗിയെ സന്ദർശിക്കുക എന്നത്. പലപ്പോഴും രോഗസന്ദർശനം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിലും രോഗിയോട് നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. ചില ആളുകൾ രോഗത്തെക്കുറിച്ച് വിശാലമായി അവിടെ പോയിരുന്ന് ചർവിത ചർവണം നടത്തും. കാലൊടിഞ്ഞിരിക്കുന്ന രോഗി ചിലപ്പോൾ അറ്റാക്ക് വന്ന് മരിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളായിരിക്കും പറയുന്നത്. പണ്ടെങ്ങോ ആർക്കോ എന്തൊക്കെയോ പറ്റി എന്ന് പറഞ്ഞ് അവരെ വല്ലാത്ത രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ വർത്താനം പറഞ്ഞ് അവരെ ടെൻഷനാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു പോകുന്നത്. അദ്ദേഹത്തിനോട് ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുക. ദൈർഘ്യമായ സംസാരം നടത്തി അവരെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർഷിൽ അലീം ഐ യഷ്ഫിയക്. അള്ളാഹുവിനോട് അദ്ദേഹത്തിന്റെ രോഗം ശിഫയാകുന്നതിന് വേണ്ടിയുള്ള ദുആയാണിത്. അത്തരത്തിലുള്ള രോഗസന്ദർശനങ്ങളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സന്ദർശക വിലക്കില്ലാത്ത രോഗികളെ നമ്മൾ സന്ദർശിക്കുക. വിലക്കുണ്ടെങ്കിൽ ഇത് സുന്നത്താണെന്ന് കരുതി അവരെ ശല്യം ചെയ്യാൻ നിൽക്കരുത്. ആ ശല്യം ചെയ്യുന്നതിലൂടെ സുന്നത്തല്ല കിട്ടുന്നത്, നമുക്കും ശിക്ഷയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് അതിൽ സൂക്ഷ്മത പുലർത്തുക.